ഹലോ ഫ്രണ്ട്സ്, ജയന്തിസ് അടുക്കളയിലേക്ക് സ്വാഗതം. എൻ്റെ ഇതിനു മുൻപുള്ള എല്ലാ വീഡിയോയും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാകാൻ പോകുന്നത് നാട്ടിൻപുറത്ത് ഇഷ്ടം പോലെ കാണപ്പെടുന്ന കൊപ്ര ഉപയോഗിച്ചിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് കൊപ്ര കഷ്ണങ്ങളാക്കിയത് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെല്ലപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഉഴുന്ന് പരിപ്പ്. അതിനുശേഷം ഈ ആദ്യം കാണിച്ച കൊപ്ര പൊടിച്ചത് 1 കപ്പ്. ഇനി വേണ്ടുന്നത് 2 തണ്ട് കറിവേപ്പിലയും 2 ഉണക്കമുളകുമാണ്. അതിനുശേഷം കുറച്ച് ഉപ്പും, ഇനി കുറച്ച് പുളിയും, വളരെ കുറച്ച് മതി. ആദ്യമായി ഞാനൊരു ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. അതിലേക്ക് പൊടിച്ച് വെച്ച തേങ്ങാപ്പൊടി ഇടുന്നു. അത് ബ്രൗൺ കളറാകുമ്പോൾ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുന്നു. ഇത് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില ഇടുന്നു. കായപ്പൊടി, വെല്ല പൗഡർ, കുറച്ച് പുളി, ആവശ്യത്തിന് ഉപ്പ്. ഒരുവിധം നന്നായി തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നു. മിക്സിയിൽ പൊടിച്ചെടുത്ത ചട്നിപ്പൊടിയാണ് ഇത്. ഇത് ഇഡ്ഡലി, ദോശ എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചട്നിപ്പൊടിയാണ്. 2-3 മാസത്തോളം കേടാകാതെ ഇരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്തവണത്തെ ജയന്തിസ് അടുക്കള സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം എല്ലാവരും ഷെയർ ചെയ്യുമല്ലോ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.